എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് നാളെയോ മറ്റന്നാളോ ഇന്ധന വില കൂടും. പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില കൂടും എന്നുള്ളതാണ് വിവരം. പെട്രോളിനും ഡീസലിനും 5 മുതൽ 10 രൂപ വരെ കൂടിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. കഴിഞ്ഞ ഒരു മാസമായി 30,000 കോടി രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായിട്ടുള്ളത് എന്നാണ് കേന്ദ്രം വിശദീകരിച്ചിട്ടുള്ളത്. എണ്ണ കമ്പനികളുടെ നഷ്ടം മറികടക്കാൻ കേന്ദ്ര അനുമതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ എണ്ണ വില കൂടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാചകവാതക സബ്സിഡി ഇനി എല്ലാവർക്കും ലഭിക്കില്ല. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിലധികമുള്ളവരെ സബ്സിഡിയിൽ നിന്നും ഉടനെ ഒഴിവാക്കും. എണ്ണ കമ്പനികൾ ഇതു സംബന്ധിച്ച സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉപയോക്താവിനോ കുടുംബത്തിനോ വാർഷിക നികുതി വരുമാനം 10 ലക്ഷം രൂപയിലധികമാണ് എങ്കിൽ സബ്സിഡി ലഭിക്കില്ല. ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് വരുമാനം കണക്കാക്കും. നിലവിൽ ആദായ നികുതി പരിധിക്ക് പുറത്തുള്ളവർക്കും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിച്ചവർക്കും സിലിണ്ടറിന് 24.50 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. സബ്സിഡി ലഭിക്കില്ലെന്ന് SMS വഴി എണ്ണ കമ്പനികൾ ഇപ്പോൾ അറിയിച്ചു. ആരുടെയെങ്കിലും വരുമാന പരിധി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനകം ടോൾ ഫ്രീ നമ്പറായ 1800-2-333-555 എന്ന നമ്പർ വഴിയോ പോർട്ടൽ വഴിയോ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 2 ദിവസം അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരാൻ പോകുന്ന ഒരു വർഷത്തിൽ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സാധ്യമാകുന്നിടത്തെല്ലാം വർക്ക് ഫ്രം ഹോമിന് മുൻഗണന നൽകണം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. പെട്രോൾ, ഡീസൽ ഉപയോഗം കുറയ്ക്കണം. മെട്രോ, പൊതുഗതാഗതം ഉപയോഗിക്കണം. പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. രാസവസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറുകയും ചെയ്യുക. വിദേശ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും സ്വദേശ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഒരു വർഷത്തേക്ക് വിദേശയാത്ര പരമാവധി ഒഴിവാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് നിരവധി കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ആശങ്കകൾ കനക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് അത്ര ആവശ്യമല്ല എങ്കിൽ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനാണ് മോദി പറഞ്ഞത്. നിലവിൽ 6% കേന്ദ്ര സർക്കാർ ഇറക്കുമതി സ്വർണത്തിന് ചുമത്തുന്ന തീരുവ. ഈ സാഹചര്യത്തിൽ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കാനായി കേന്ദ്രം സ്വർണം ഇറക്കുമതി തീരുവ കൂട്ടിയേക്കും എന്ന ആശങ്ക ശക്തമാണ്. തീരുവ വർദ്ധിപ്പിച്ചാൽ രാജ്യത്ത് സ്വർണ്ണവിലയിൽ ആനുപാതികമായ വർധനവുണ്ടാകും. തീരുവ കൂട്ടുന്നത് കാരണം ഡിമാൻഡ് കുറയ്ക്കാനും ഇടയാക്കും. ഇത് ഫലത്തിൽ ഇറക്കുമതി താഴാനും ഇടയാക്കും. അതേസമയം സ്വർണ്ണ ഇറക്കുമതി തീരുവയിൽ മാറ്റം വരുത്തുമെന്ന സൂചനകളൊന്നും ധനമന്ത്രാലയത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അടുത്തത്, ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ, മെട്രോ തുടങ്ങിയവ പരമാവധി ഉപയോഗിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് മോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ വില കൂടുന്നതിന്റെ സൂചനയാണിത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവുണ്ടായി എങ്കിലും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റം വന്നിട്ടില്ല. എണ്ണ കമ്പനികൾക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 30,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 10 രൂപയോളം കൂട്ടും എന്ന വിലയിരുത്തലും ഉണ്ട്. ഇതിനിടയിൽ മോദിയുടെ നിർദ്ദേശങ്ങൾ വന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. മോദി പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. സ്വർണം, ഇന്ധനം, ഭക്ഷ്യ, വളം തുടങ്ങിയവയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന ആശയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയിൽ മുന്തിയ പങ്കും ഇവയാണ്. പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വില വർധനവിലേക്കുമാണ് നാട് പോകുന്നത് എന്നുള്ള വിലയിരുത്തലും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.
സംസ്ഥാനത്തെ മെയ് മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാണ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുക എന്നാണ് പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ, അതായത് മാർച്ച് അവസാനത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായിട്ട് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ ഒരുമിച്ച് ലഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തിലധികമായി പെൻഷൻ തുക ലഭിച്ചിട്ട്, അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന 2000 രൂപ മെയ് മാസത്തേത് എന്ന് ലഭിക്കും എന്ന് പല ആളുകൾക്കും അറിയണം. ഇതുകൊണ്ട് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് മെയ് മാസത്തെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളത് അറിയാൻ അത്യാകാംക്ഷയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി നിങ്ങളെ വ്യക്തമായി അറിയിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉത്തരവ് 3 മാസത്തേത് ഒരുമിച്ചാണ് ഇറങ്ങിയത്. മാർച്ച് മാസത്തിലാണ് ക്ഷേമ പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ അതത് മാസങ്ങളിൽ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷന് മുന്നോടിയായിട്ട് 3 മാസത്തെ പെൻഷൻ ഉത്തരവ് ഒരുമിച്ച് ഇറങ്ങിയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവ് രണ്ടാമത് ഇറങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഇലക്ഷന് മുമ്പ് തന്നെ വിതരണം ചെയ്തു. ആ ഉത്തരവ് പ്രകാരം ശേഷിക്കുന്ന പെൻഷൻ ഇനി മെയ് മാസത്തേത് മാത്രമാണ്. മെയ് മാസത്തെ ഉത്തരവ് ഇറക്കിയത് LDF സർക്കാർ ആണ് എങ്കിലും പെൻഷൻ വിതരണം ചെയ്യാൻ ഇന്ന് LDF സർക്കാർ ഇല്ല. UDF സർക്കാർ ആണെങ്കിൽ അധികാരത്തിൽ വന്നിട്ടും ഇല്ല. അപ്പോൾ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക. ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻകൂറായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഓരോ മാസത്തെയും 2000 രൂപ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിന് ഉത്തരവിൽ പറയുന്നുണ്ട് എങ്കിലും മെയ് മാസത്തെ പെൻഷൻ ഏത് ദിവസം മുതൽ വിതരണം ആരംഭിക്കണം എന്ന് ഉത്തരവിലില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ പെൻഷൻ സാധാരണ പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതിയായിട്ടുള്ള 25 മുതൽ ആരംഭിക്കാനാണ് സാധ്യത. അതിനു മുമ്പ് UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. 22-ാം തീയതിക്ക് മുമ്പ് പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം എന്നുള്ള നിലക്ക് തന്നെ ആയിരിക്കും മെയ് മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കുക. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ മാസവും ക്ഷേമ പെൻഷൻ ലഭിക്കും. 26 ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ